വെൽക്കം ബാക്ക് ടു RRA. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാർ മെർജ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ വീണ്ടും ഒരു വെബ് സീരീസ് വന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വെബ് സീരീസ് ഞാൻ കണ്ടത് ഹോട്ട്സ്റ്റാറിലാണ്, മലയാളം ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് നീരജ് മാധവ്, അജു വർഗീസ്, പിന്നെ ആക്ട്രസ് പുതിയ ആളാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഗൗരി എന്നാണ് പേര്. അപ്പോൾ ഇവരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കോമഡി ജോൺറയിലുള്ള ഒരു വെബ് സീരീസ് വന്നിരിക്കുകയാണ്. 6 എപ്പിസോഡ്സ് ആണുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഈ വെബ് സീരീസ് തുടങ്ങി ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്കറിയാം ദുബായ് ബേസ്ഡും കേരളത്തിൽ ബേസ്ഡും ആയിട്ട് ഉള്ളൊരു സീരീസ് ആണ് ഈ ഒരു സംഭവം. അവിടെ ഈ 2 സംഭവത്തിലായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു ജി രാഘവാണ്. പുള്ളി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാശി സിനിമയില്ലേ, ടൊവിനോയും കീർത്തി സുരേഷും കൂടി ചെയ്തൊരു സംഭവം, അത് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ വെച്ചിട്ട് കണ്ടൊരു സിനിമയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല വൃത്തിയിലെടുത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എത്രത്തോളം തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോൾ അതെനിക്ക് എൻജോയബിൾ ആയിരിക്കും എന്നെനിക്കറിയില്ല. പക്ഷെ OTTയിൽ കണ്ടപ്പോൾ നല്ലൊരു ക്ലീൻ വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് തന്നെയാണ് ഈ ഒരു വെബ് സീരീസിനെ കൊണ്ട് എനിക്ക് പറയാനുള്ളത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു വെബ് സീരീസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അത് നമുക്ക് ഈ ഒരു 6 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ നീറ്റ് ആൻഡ് ഡീസൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള കഥയോ അല്ലെങ്കിൽ ഭയങ്കര ചിരിപ്പിക്കുന്ന മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. നമ്മളിങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ മനസ്സിനൊരു സുഖം തരുന്ന ഒരു എന്താ പറയുക, ഒരു നൈസ് ഫാമിലി അല്ലെങ്കിൽ ഒരു കോമഡി വാച്ച്, ഒരു പ്രണയത്തിൻ്റെ ഒക്കെ ഒരു ബേസിൽ പറയുന്ന, റിലേഷൻഷിപ്സിൻ്റെ ഒക്കെ ഒരു ബേസിൽ പറയുന്ന ഒരു വെബ് സീരീസ് എന്ന നിലയിൽ ഒരു ലൈറ്റ് വാച്ചായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ 6 എപ്പിസോഡും ബിഞ്ച് വാച്ചാണ് ചെയ്തതെന്ന് പറയാം. ഒരു 4 എപ്പിസോഡ് മറ്റേ കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ബ്രേക്ക് എടുത്തു, അതിനുശേഷം വീണ്ടും റിസ്യൂം ചെയ്തിട്ട് കാണാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് തന്നെയാണ്. അത് ഒട്ടും മടുപ്പിക്കുന്നതും അല്ലെങ്കിൽ വെറുപ്പിക്കുന്നതും തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒരു 80-90% എൻഗേജിങ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സീരീസ് പോയിരിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രജപുത്ര പ്രൊഡക്ഷൻസ് ആണ്, രഞ്ജിത്തിന്റെ. ഇപ്പൊ പുള്ളിയുടെ ഇപ്പൊ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മലയാളത്തിലുള്ള ഒരു സിനിമ വരാൻ പോവാണല്ലോ, തരുൺ മൂർത്തിയുടെ നമ്മുടെ തുടരും സിനിമ. അപ്പൊ എത്ര പേര് അതിന് കാത്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ. ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ലൊരു ഡീസന്റ് പെർഫോമൻസ് ആണ് പുലർത്തിയിരിക്കുന്നത് എന്നെനിക്ക് പറയാൻ പറ്റും. എല്ലാവരും ഡീസന്റ് ആയിട്ട് ചെയ്തിട്ടില്ല. ആരും ഒരു സ്ഥലത്ത് മയ്യേ ഇവരെന്ത് കാണിക്കുന്ന വളുപ്പ് എന്നുള്ള സംഭവം ചെയ്തിട്ടില്ല. വളുപ്പായിട്ട് തോന്നുന്ന കുറച്ച് കോമഡിയൊക്കെ ഫസ്റ്റ് ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. എന്നാലും ഒരു 4-5 എപ്പിസോഡൊക്കെ ആകുമ്പോൾ വെറും ഒരു കോമഡി എന്നല്ലാണ്ട് കുറച്ചൊരു ടെൻഷൻ മൂവ്മെന്റ്സും ഒരു രസമുള്ള ഒരു ടെൻഷൻ മൂവ്മെന്റ്സും ഒരു കൗതുകം, നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല അടുത്ത് എന്താണ് കാണാൻ വേണ്ടിയിട്ടെന്നുള്ളൊരു സംഭവം. ആ ഒരു എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി ഒക്കെ ജനിപ്പിക്കാൻ ഈ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് നല്ല രീതിയിൽ നല്ല വെൽ ക്രാഫ്റ്റഡ് ആയിട്ട് ഒരു സിനിമ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് ഫസ്റ്റ് ഒരു സിനിമയിൽ തന്നെ കാണിച്ചതാണ്. നല്ല വൃത്തിയിൽ തന്നെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു വെബ് സീരീസും നല്ല വൃത്തിയിൽ തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ആക്ടേഴ്സ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഇതാക്കിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു സംഭവം. നീരജ് മാധവാണ് ഫുൾ ഓൺ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്ട്രസ് ആണെങ്കിലും അവരാണെങ്കിലും ഫുൾ ഓൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നീരജിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്റർനാഷണലി അല്ല, ഇന്ത്യൻ ഒരു വെബ് സീരീസിന്റെ ഒരു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഫാമിലി മാൻ. അതിൽ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്കറിയാം നീരജ് തന്നിരിക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്താണെന്ന്. അത് പക്ഷെ അത് സീരിയസ് നോട്ടിലുള്ള, വളരെ സീരിയസ് നോട്ടിലുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു എപ്പിസോഡായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സീസൺ ആയിരുന്നു ഫസ്റ്റ് സീസൺ. പക്ഷെ ഇത് വളരെ കോമഡി ആയിട്ട് പിന്നീടാണ് പുള്ളീനെ ഒരു വെബ് സീരീസിൽ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ കാണുന്നത് ഈ ഒരു സംഭവത്തിലാണെന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വെബ് സീരീസ് കണ്ടപ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു ലൈറ്റ് വാച്ചായിട്ട് നിങ്ങൾക്ക് വെറുതെ വീട്ടിലിരുന്നുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു വർക്കായിട്ടാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഉണ്ടാക്കിയത് കൊണ്ട് ആർക്കാ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഗുണം, നമുക്കിങ്ങനെ ഒരു മനസുഖം ഇരുന്ന് കാണാം, അത്രയൊക്കെ തന്നെ. അപ്പോൾ ചാനല് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് പരിഗണിക്കൂ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരും. അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.